ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, അപ്പോൾ കഥ പറയാൻ അറിയാത്തവൻ്റെ കഥ പറച്ചിൽ എന്നുള്ള ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്യാപ്ഷൻ ഇട്ടെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് വീക്കാണ്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതേ അർത്ഥത്തിലായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുക. അത് ഞാൻ പറയുന്ന രീതിയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അതെൻ്റെ ഒരു പ്രശ്നമാണ്. ആ ഒരു കാര്യം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ പറച്ചിലാണ് ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു സീരീസ് പോലെ കുറച്ച് കഥകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴൊക്കെ കേട്ട് മനസ്സിലിങ്ങനെ നിൽക്കുന്ന കുറച്ച് കഥകളാണ് ഞാൻ. കഥകൾ എന്ന് മാത്രമല്ല, കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ അങ്ങനെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അതിനൊരു കഥാരൂപത്തിൽ നിങ്ങളോട് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കഥകളാണ് പലതും. ഇതിൽ കുറച്ച് കഥയുടെ ഒരു രസത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ അഡീഷണൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് ഈ ചാനൽ കുറച്ച് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കഥകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഒരു പയ്യൻ്റെ കഥയാണ്. അപ്പോൾ അവന് അവൻ്റെ നാട്ടിൽ അവൻ്റെ ചെറുപ്പത്തിൽ നടന്നൊരു കഥയാണ്. അവൻ്റെ ചെറുപ്പത്തിൽ അവൻ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. അതായത് വീട്ടിന് അടുത്തുള്ള ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. അതിലെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ എന്നും കളിക്കാൻ പോകും. അപ്പോൾ കളിക്കാൻ മുമ്പ് ഇവൻ്റെ കയ്യിൽ സൈക്കിളൊന്നുമില്ല. പക്ഷെ ഈ കളിക്കാൻ പോകുന്ന ആ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു സൈക്കിൾ ഉണ്ട്. ഒരു പിങ്ക് കളർ സൈക്കിൾ, പണ്ടത്തെ സൈക്കിൾ. അതായത് ഗിയറുള്ള അല്ല ചെറിയ സൈക്കിൾ, ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന സൈക്കിൾ. അതായത് ചെറിയ ഒരു 5 വയസ്സിൽ താഴെയൊക്കെ ഉള്ള പ്രായമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഈ കഥ ഇവൻ എന്നോട് പറയുന്നത് ഒരു 32 വയസ്സ് അവന് ആകുന്ന സമയത്താണ് ഈ സംഭവം അവൻ എന്നോട് പറയുന്നത്. ഈ സംഭവം നടന്ന ഈ പയ്യൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇങ്ങനെ കോൺഫറൻസ് കോളിൽ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയം, സിനിമ, സെക്സിനെ പറ്റി സംസാരിക്കാറുണ്ട്, കല്യാണം, റിലേഷൻഷിപ്പ്, അങ്ങനെ പല കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ഈ കഥ എന്നോട് പറയുന്നത്. അപ്പോൾ ഇവൻ കളിക്കാൻ പോകുന്ന ഇവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ട്, പിങ്ക് കളർ സൈക്കിൾ. അപ്പോൾ ഇവരെങ്ങനെ കളിക്കുകയെന്ന് വെച്ചാൽ, ആദ്യം അവൻ സൈക്കിളിലെത്തിയും പിന്നെ അവൻ ചവിട്ടുകയും ചെയ്യും, ഒപ്പം ഇവൻ തള്ളി കൊടുക്കുകയും ചെയ്യും. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ സൈക്കിൾ ഇവൻ കൊടുക്കും. അപ്പോൾ ഇവൻ ചവിട്ടും, അവൻ തള്ളും. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല രസത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈക്കിളുള്ള ആ പയ്യൻ്റെ വീട്ടിൽ അവൻ്റെ ഒരു മുത്തശ്ശി വന്നിട്ട് പറയണം, നീ സൈക്കിൾ ഇനി ചവിട്ടണ്ട, അവൻ മാത്രം ചവിട്ടിയാൽ മതി, നീ തള്ളിക്കൊടുത്താൽ മാത്രം മതി എന്ന് പറയണം അവനോട്. അപ്പോൾ അവൻ ഈ 2 കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ഇത് എൻ്റെ സൈക്കിളാണ്, നിന്റെ സൈക്കിളാണ് എന്നുള്ള ചിന്തകളൊന്നുമില്ല. നമ്മുടെ സൈക്കിൾ നമ്മൾ ഓടിച്ച് കളിക്കുന്നു എന്നുള്ള ഒരു ലൈനിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി ഇത് വന്നിട്ട് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അതെന്താ അങ്ങനെയൊന്നും ആ ടൈമിൽ തോന്നി. അതായത് എൻ്റെ കൂട്ടുകാരന് ആ ടൈമിൽ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇവൻ തള്ളിക്കൊടുക്കുന്നു, അവൻ സൈക്കിൾ ചവിട്ടൽ മാത്രമായി. കാലം ഇങ്ങനെ കുറേ കടന്നുപോയി. അവന് 30 വയസ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കോൺഫറൻസ് കൂടി സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത്, എടാ പണ്ട് അത് ആ മുത്തശ്ശി എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതെന്താ പറയുക, അതൊരു വിഷമമായിട്ടോ സങ്കടമായിട്ടോ എന്തോ ഒരു ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു, അല്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തരുന്ന, അല്ലെങ്കിൽ അന്ന് എൻ്റെ ഒരു സൈക്കിൾ ഇല്ലല്ലോ എന്ന ഒരു തോന്നലൊക്കെ ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത്. അപ്പോൾ കാര്യം എന്നിട്ട് അവൻ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് മറന്നുപോയി എന്ന് വരും, പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാണ് അത് അവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവരത് ഓർത്ത് വെക്കുകയെന്ന് പണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വായെടുത്ത് എന്തെങ്കിലും പറഞ്ഞു, നമ്മളിപ്പോൾ
പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പറയുന്നവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ഇതിലിപ്പോ എന്തുമാത്രം ഉണ്ട് ഇത്ര കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നി വരും, ഇതൊരു സൈക്കിളിലെ ചെറിയൊരു കഥയല്ലേ, ഇതിലിപ്പോ എന്താണുള്ളത് എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയെന്ന് വരും. പക്ഷെ ആ ചെറുപ്പത്തിൽ ഇവനൊരു 5 വയസ്സിന്റെ ഉള്ളിലാണ് ഈ കഥ നടക്കുന്നത്. ആ കഥ നടന്നു കഴിഞ്ഞ് ഇവൻ വളർന്ന് വലുതായി ഒരു 10-30 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ ആ കഥയും അവനെ അത്രത്തോളം അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അത്രയും അവന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ചെറിയതും ചെറുതല്ലാത്ത രീതിയിലുള്ള മുറിവായി അത് മാറി എന്നുള്ളതാണ്. അപ്പോ ആ കുട്ടിയായിരിക്കും നടന്ന സംഭവം പോലും അവൻ അത് ഓർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മള് വായി വിട്ട് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്തും ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ എല്ലാം ആലോചിച്ച് അളന്ന് കുറുക്കിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതല്ല. എന്റെ വായിൽ നിന്നും എന്തൊക്കെയാ വരിക, ഒരാളെ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്തരം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ വലിയ ഇമ്പാക്ട് ഉണ്ടാവും. അപ്പൊ അത് നല്ലപോലെ ആലോചിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ചെറുതാണെങ്കിലും ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കിടന്ന് നീറുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.